മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്ന് 15 ചോദ്യങ്ങളാണ് 2025 ജൂൺ സെറ്റിന് ചോദിച്ചത്. സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലവും കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനും ഹാമിൽട്ടോണിയനും ഒക്കെ തന്നെയാണ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖല എന്ന് പറയുന്നത്. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ സെറ്റ് എക്സാം 2026 ജാനുവരി സെറ്റ് എക്സാം, അതായത് ഫെബ്രുവരിയിലാണ് നടന്നത്. ആ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അനാലിസിസും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചോദ്യം എന്ന് പറയുന്നത് 2026 ജൂണിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാം എളുപ്പമായിരിക്കുമോ എന്നതാണ്. അപ്പം നമുക്കൊരു ട്രെൻഡ് ഒന്ന് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ 2024 ജാനുവരി 2024 തൊട്ടുള്ള പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് 2025 ജാനുവരിയിൽ നടന്ന എക്സാമാണ്. അതിനുശേഷം നടന്നതും മുമ്പ് നടന്നതുമായിട്ടുള്ള എല്ലാ സെറ്റ് എക്സാമുകളും എന്താണ്, മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആണ്. ഈസി ടു മോഡറേറ്റിൽ നടന്ന ഒരു എക്സാം എന്ന് പറഞ്ഞാൽ 2025 ജാനുവരിയിലാണ്. സാധാരണ ജാനുവരി വിൻഡോയിലുള്ള എക്സാമാണ് കുറച്ച് ഈസി ആയിട്ട് നടക്കാറുള്ളത്. അതുപോലെ ജൂൺ വിൻഡോയിലുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്കറിയാവുന്ന മേഖലകളിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പം ഇത്തവണത്തെ സെറ്റ് എക്സാം, അതായത് കഴിഞ്ഞ ജൂണിൽ, നമുക്ക് ജൂൺ വരാൻ പോകുന്ന സെറ്റ് എക്സാം ജൂണാണ്. അപ്പോൾ ജൂൺ ടു ജൂൺ നമുക്കൊന്ന് അനാലിസിസ് നടത്തി നോക്കാം. കഴിഞ്ഞ ജൂണിലെ സെറ്റ് എക്സാമിന് ഏതൊക്കെ മേഖലകളിൽ നിന്ന് എത്രയൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് നമുക്കൊന്ന് നോക്കാം. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്ന് 15 ചോദ്യങ്ങളാണ് 2025 ജൂൺ സെറ്റിന് ചോദിച്ചത്. അതുപോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് 11, റിലേറ്റിവിറ്റിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് 13 ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ നിന്ന് 13 ക്വസ്റ്റ്യൻ, ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ ആണ്, ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്ന് 11 ക്വസ്റ്റ്യൻ ആണ്. ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ 15, ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്ന് 11 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നിന്ന് 11 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതേസമയം ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസ്സറിൽ നിന്ന് 16, ജനറൽ ഫിസിക്സിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരു 3 ചോദിച്ചാണ് 120 ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പം ഇത്തവണ വന്നാലും ഏകദേശം ഇതേപോലെ തന്നെയാണ് ട്രെൻഡ് എങ്കിലും ചില മേഖലകൾക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്നും ക്ലാസിക്കലിൽ നിന്നും എല്ലാം കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേസമയം സ്റ്റാറ്റിസ്റ്റിക്കലിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ മേഖലകൾ, ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച മേഖലകൾ നമ്മൾ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം കോംപ്ലക്സ് ആൻഡ് അനലിറ്റിക്കൽ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ അനാലിസിസ് ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പർ പോലും ഇല്ല. അവിടെ നിന്ന് 1 മുതൽ 3 ചോദ്യങ്ങൾ വരെയാണ് സാധാരണഗതിയിൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻ്റെ മിനിമം 2 കേസ് എങ്കിലും അവിടെ, ഒന്നില്ലെങ്കിൽ ലാപ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബെസൽസ് ആയിരിക്കാം, എന്തെങ്കിലും അവിടെ തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അവിടെ നിന്നെല്ലാം ചോദിക്കുന്നത്. ഇനി നമ്മൾ മറ്റ് ഇതിലേക്ക് വരികയാണെങ്കിൽ അതുപോലെ മെട്രിക്സും ഉണ്ട്, വെക്ടർ ഓൾജിബ്ര ഉണ്ട്. ഇവിടെ നിന്നെല്ലാം തന്നെ സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അടക്കം. ഇനി നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലഗ്രാഞ്ചിയനും സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലവും കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനും ഹാമിൽട്ടോണിയനും ഒക്കെ തന്നെയാണ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖല എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ റിജിഡ് ബോഡി ഡൈനാമിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് നിന്ന് +1 ലെവലിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സിൽ. ഇനി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെന്തിൻ്റെ അടക്കമുള്ള പ്രോബ്ലങ്ങൾ ആ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ, ഈസി ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ, ലാംഡ =h/p വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതും E=h nu വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം പോലും ചോദിക്കുന്ന ഒരു മേഖലയാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മേഖല. സിമിലർലി നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ മേഖലയും ഇതുപോലെയാണ്. ഇനി ആറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 1/λ RH × 1/n1² - 1/n2² പോലുള്ള ഈസി ആയിട്ടുള്ള റേഷ്യോ ടൈപ്പ് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് അറിയാവുന്ന മേഖലകളിൽ നിന്ന് ഒന്ന് പഠിച്ചാൽ മാത്രം കിട്ടുന്ന തരത്തിലുള്ള
പാറ്റേൺ ആണ് എല്ലാ തവണയും ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ലെവൽ ഓഫ് ഈസിനെസ്സിലാണ് എപ്പോഴും വ്യത്യാസം വരുന്നത്. ഇത്തവണ ലാംഡ ഇസിക്കൽ ടു h/p ന്യൂമറിക്കൽ പ്രോബ്ലം ആണെങ്കിൽ അടുത്ത തവണ അത് ചോദിക്കുന്ന ഒരു റേഷ്യോ പ്രോബ്ലമോ പെർസെൻറ്റേജ് പ്രോബ്ലം ആയിരിക്കും. അത് നമുക്ക് കൃത്യമായ പരിശീലനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. അതേസമയം ഈ പറഞ്ഞ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒരാളുടെ സഹായത്തോടു കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു അടിപൊളി ലോങ് ടേം ബാച്ച് ഒരുക്കുകയാണ്. ഈ ലോങ് ടേം ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ സിലബസ് എൻറ്റയർ സിലബസ് 361 റെക്കോർഡഡ് ക്ലാസ്സുകളിലായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡഡ് ക്ലാസ് മൊത്തം നിങ്ങൾക്ക് കാണാനായിട്ട് അവസരമുണ്ട്. 361 അതോടൊപ്പം തന്നെ ഇവിടെ 400+ ലൈവ് ക്ലാസ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. 361 റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 400+ ലൈവ് ക്ലാസ്സുകളാണ്. 400+ ലൈവ് ക്ലാസ്സുകൾ വരുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകളും ഉണ്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ ലൈവ് ക്ലാസ്സുകളും ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വീക്ക്ലി മോഡൽ എക്സാംസ്. ഇപ്പം നമ്മൾ എപ്പോഴും ഒരു റിവ്യൂ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ PG പഠിക്കുന്ന സമയത്ത് നമ്മളോട് എസ്സേ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 15 മാർക്കിൻ്റെയോ 4 വെയിറ്റേജിൻ്റെയോ എസ്സേ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുഷ്പം പോലെ എഴുതും. അതേസമയം 1 വെയിറ്റേജിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാനും അല്ലെങ്കിൽ അത് എഴുതാനും ഒന്നും അറിയത്തില്ല, അല്ലേ? ഇപ്പോൾ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആയിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ആ ഉത്തരം നമുക്ക് പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ നമുക്ക് മാസ്റ്ററി ചെയ്യേണ്ടത് എപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനാണ്. അങ്ങനെ ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വീക്ക്ലി എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡെയിലി വർക്കൗട്ടുകളുണ്ട്. നമ്മൾ ഇന്നൊരു റെക്കോർഡഡ് സെഷനാണ്. സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ ഇന്ന് വീഡിയോ കാണും. ആ വീഡിയോ കണ്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ നമ്മൾ ചെയ്തു നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. നമുക്ക് വീക്ക്ലി ടെസ്റ്റ് വേറെ ഉണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ പാറ്റേണിൽ 120/120 പാറ്റേണിൽ ജനറൽ പേപ്പറും അതുപോലെ തന്നെ സെറ്റിൻ്റെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക് ചെയ്ത് തരും. അതുപോലെ തന്നെ PYQ ഡിസ്കഷൻസ്, നമ്മുടെ ലൈവ് സെഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ PYQ ഡിസ്കഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മളുടെ ഫീച്ചർ. അപ്പം ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കും. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പർ 9746455514. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഇപ്പോൾ ഫിസിക്സിൻ്റെ സബ്ജക്റ്റിൽ ഇലക്ട്രോണിക്സിന് ഇത്രയും പഠിക്കണോ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ഈ ഭാഗം മാത്രം നോക്കിയാൽ മതിയല്ലോ, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് സംശയങ്ങൾ കാണും. അതോ ഇനിയിപ്പോൾ സെറ്റ് എക്സാം എഴുതിയിട്ട് എന്തെങ്കിലും കാര്യമില്ലേ, അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മളത് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്